ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ വളരെ പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരു വ്യക്തിയാണ്. കാരണം നിങ്ങൾ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹവും കെയറും എല്ലാമാണ് ഇവർക്ക് കൊടുത്തത്. പക്ഷേ ഇവർ തിരിച്ച് നിങ്ങൾക്ക് അതുപോലെ തിരിച്ച് തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. കാരണം നിങ്ങൾ വളരെ പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരു വ്യക്തിയാണ്. ഇവർ അത്ര പോലും പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരു വ്യക്തിയല്ല എന്ന് ഇവർക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വളരെ കുറവായിപ്പോയി. ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഇവർക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ പകുതി പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് ഇവർ നിൽക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഡിവൈനോട് ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എനിക്ക് ഈ ഒരു ബന്ധം മതി, ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാകണം. ഡിവൈനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇവർ. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടായിക്കോട്ടെ, കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷൻ, എന്ത് പ്രശ്നമുണ്ടായിക്കൊള്ളട്ടെ, ഇവർ ഭഗവാന്റെ മുന്നിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ സമർപ്പിച്ച് കഴിഞ്ഞു. ഇനി എന്താണ് തീരുമാനം എടുക്കേണ്ടത്, എന്താണ് ഭാഗ്യത്തിലുള്ളത്, അതെല്ലാം ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇവർ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. എന്തായിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ പേഴ്സൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല. അതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ കുഴപ്പം. ഇതുകൂടാതെ നിങ്ങൾക്ക് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം, പക്ഷേ ആൾക്കാരുടെ മുന്നിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. അവർ നല്ല ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടാകും, പക്ഷേ അവർക്കത് മടിയാണ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. നിങ്ങൾ എല്ലാത്തിനോടും ഒരു അൺകണ്ടീഷണൽ സ്നേഹം വയ്ക്കുന്നു. മനുഷ്യനോടായാലും മൃഗങ്ങളോടായാലും നിങ്ങൾ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ അവർക്ക് സ്നേഹം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഗുഡ് ക്വാളിറ്റീസൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാം, പക്ഷെ അതൊന്നും നിങ്ങളോട് അവർ പറയത്തുമില്ല, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യത്തുമില്ല. ഇവിടെ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായത് തന്നെ വളരെ വലിയ കാര്യമാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. പക്ഷേ അത് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളുമായിട്ട് മുന്നേ ബന്ധം വച്ചിരുന്നപ്പോഴെല്ലാം ഇവരുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. അതായത് നിങ്ങൾക്ക് ഡിസർവിങ് ആയിട്ടുള്ള ആളല്ല ഇവർ, ഇവരെയും കാട്ടി നല്ല ഡിസർവിങ് ആയിട്ടുള്ള ആൾ കിട്ടും എന്നൊക്കെ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരുന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് ഇവരെ ഈ രീതിയിൽ മാറ്റി എടുത്തത്. ഇവരെ അത്രമാത്രം ഇപ്പോൾ പോസിറ്റീവായി. നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി ഇവരെയും കൂടെ പോസിറ്റീവാക്കി മാറ്റി. ഇവിടെ ഇവരുടെ ഉള്ളിൽ ഒത്തിരി ചേഞ്ചസ് വന്നു. നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ഒത്തിരി സ്പിരിച്വലായി ഇവർ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് ബോണ്ടാണ് ഇവിടെ ഫീലാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാൻ വേണ്ടിയും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുമുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഇവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഇതാണ് ഇവിടെ കറണ്ട് ഫീലിങ്ങിൽ വന്നിരിക്കുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 48 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 90 അവേഴ്സിനുള്ളിൽ നിങ്ങൾ പല ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുള്ളാണ്. അതായത് ഇവർ എന്താണോ പ്ലാൻ ചെയ്തത് അതെല്ലാം സക്സസ് ആകുമെന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പേഷ്യൻസോടെ അവരുടെ മെസ്സേജിനോ കോളിനോ വേണ്ടി കാത്തിരുന്നു. അതേപോലെ അവരുടെ മെസ്സേജോ കോളോ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പേഷ്യൻസായിട്ട് കാത്തിരുന്നവർക്ക് അവരുടെ കാത്തിരിപ്പിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് എന്തെങ്കിലും കാര്യത്തിന് വഴക്കുണ്ടാക്കി നിങ്ങളിപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ ഇവർക്കൊരു ഹോപ്പുണ്ട്, വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുമെന്നുള്ള. അതായത് പഴയ എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങൾ ഇവരെ വീണ്ടും സ്വീകരിക്കുമെന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. പക്ഷെ കുറച്ചൊരു പേടിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ ഇവരെ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള പേടിയും ഇവർക്കുണ്ട്.
ഇവർ ആഗ്രഹിക്കുന്നത് യൂണിയൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഇവരുടെ ആഗ്രഹം പോലെ നടക്കുമെന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിൽ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്ര ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ കാര്യങ്ങൾ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എല്ലാം സോൾവ് ആകുമെന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. നിങ്ങളോട് എല്ലാം നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ എല്ലാം അവസാനിക്കും. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പിണക്കവും എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നിട്ട് നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് തിരികെ വിളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങനെ അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായി കാണും. എല്ലാം അവസാനിപ്പിച്ചു കളയാമെന്ന് നിങ്ങളോ അവരോ വിചാരിച്ച് കാണും. ആ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങളെ വീണ്ടും ഇവരുടെ ലൈഫിൽ കൊണ്ടുവരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് എല്ലാം അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് വീണ്ടും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് നല്ല രീതിയിൽ സമാധാനപരമായിട്ട് സംസാരിച്ചാൽ എല്ലാം നേരെയാകുമെന്നുള്ള ആ ഒരു ഹോപ്പാണ് ഇവർക്കുള്ളത്. അപ്പോൾ 2 ദിവസത്തിനുള്ളിലുള്ള ആ ഒരു എനർജിയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.